കുറേ നാൾ മുന്നേ ഞാനൊരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരു സാരി എടുത്തിട്ട് അതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. അതിനുശേഷം പിന്നീട് അഡ്രസ്സ് ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു 2 മാസമായും തോന്നുന്നു. അതിനുശേഷം ഞാൻ ഇന്നാണ് ഈ ഒരു സാരി എടുക്കുന്നത്. സാരി ഉടുപ്പ് കുറവായോണ്ടേ പള്ളിപ്പെരുന്നാളും ബർത്ത്ഡേ പാർട്ടിയും ഒക്കെ ആയിട്ട് അന്ന് ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു. ഒരു 10-15 മിനിറ്റിൽ ഞാൻ ക്വിക്ലി തയ്ച്ചെടുത്തൊരു ബ്ലൗസാണിത്. അതുകൊണ്ട് ഒരുപാട് കലാവിരുത്തൊന്നും ഇതിൻ്റെ അകത്തില്ല. സിമ്പിൾ ഒരു ബ്ലൗസാണ്. ശരിക്കും പറഞ്ഞാലേ എനിക്ക് സാരി ബ്ലൗസ് തയ്ക്കാൻ അറിയത്തില്ല. പിന്നെ ഞാനൊരു ഊഹമൊക്കെ വെച്ച് അങ്ങ് തയ്ച്ചെടുത്തതാണ്. പക്ഷേ തയ്ച്ച് കഴിഞ്ഞപ്പം കറക്റ്റായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ അമ്മേനെ പോലെ ഇഷ്ടമുള്ള ഷീനാമ്മേൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു. അതുകൊണ്ട് പോകാതിരിക്കാനും പറ്റില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പോയി ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വന്നു. ആ ദിവസത്തെ ഒരുക്കവും കല്യാണത്തിന് പോക്കും ഒക്കെ ഷടപടയെന്നായിരുന്നു. ആ ഒരു സമയത്ത് വീഡിയോയും കൂടി എടുക്കാൻ നിന്നിരുന്നെങ്കിൽ എൻ്റെ കെട്ടിയോൻ എന്നെ തല്ലിക്കൊന്നാനെ. സാരമില്ല, ഒരു 2 മാസം കഴിഞ്ഞാൽ എന്നാ ഇന്ന് ഒരുങ്ങി അങ്ങ് വീഡിയോ എടുത്താലും മതിയല്ലോ. വന്നാലും പോയാലും എനിക്ക് ആകപ്പാടെ പോകാനുള്ളൊരു സ്ഥലം എൻ്റെ ഇടവപ്പള്ളിയാണ്. മുടിയൊക്കെ നന്നായിട്ട് ഒതുക്കി കെട്ടിയേക്കാം, അല്ലെങ്കിൽ പാട്ട് പാടുമ്പോഴേ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. എൻ്റെ തലയിലിടുന്ന മുത്ത് പൊട്ടിപ്പോയായിരുന്നു. പിന്നെ ഞാൻ ഇന്നലെ രാത്രി കുത്തിയിരുന്ന് കോർത്തെടുത്തത് ഇത് ബാക്കിയുള്ള മുത്തും കൊണ്ട് കയ്യിലിടാനും കൂടെ ആക്കിയേ. സാരിയും ബ്ലൗസ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതിന് ഏതാണ്ട് ഒരു 1200 അങ്ങനെ കണ്ടേ പൈസ ഉള്ളൂ കേട്ടോ. ചേട്ടാ ഇന്ന് ലീവിന് വരുമെന്ന് ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചേ, അല്ലെങ്കിൽ ഒരുമിച്ച് പള്ളിയിൽ പോയായിരുന്നു. ഇനിയിപ്പോൾ ആബേലിനെ കൊണ്ട് പോവാം. ആബേലും ഇതേണ്ട ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. ഞങ്ങളെന്നാൽ പള്ളിയിൽ പോയിട്ട് വരാവേ. ഇവൻ എന്നത്തിന് കൊണ്ടോന്നാണെന്ന് അറിയത്തില്ലാത്ത ഇപ്പോൾ നടക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ പാട്ട് പാടുന്നിടത്ത് വരെ വരുവേ.